മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ദില്ലിയിൽ ചേരാൻ പോകുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിലും ഇറങ്ങുമോ അതോ വയനാട്ടിൽ മാത്രമാണോ? പ്രിയങ്ക ഗാന്ധിയാണോ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്നത്? അവിടെ നൂപുർ ശർമ്മയെ BJP കാൻഡിഡേറ്റ് ആക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. 82 സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആകെ എത്ര സീറ്റിലായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയണം. അതെല്ലാം പറയാനായി ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തത്സമയം തയ്യാറാണ്. വെരി ഗുഡ് മോർണിംഗ് എസ് രഞ്ജിത്ത് ഫ്രം പാലക്കാട്. ഗുഡ് മോർണിംഗ് സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ നല്ല ചൂടാണ്. സ്ഥാനാർത്ഥികളൊക്കെ ചൂടായി തന്നെ ആലോചിക്കുന്നുണ്ടോ കോൺഗ്രസ് അവിടെ ദില്ലിയിൽ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ചൂട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ നിലവിലുള്ള ചൂടിനേക്കാൾ ചൂടേറിയൊരു ചർച്ചകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് ദില്ലിയിൽ ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്നും നാളെയുമാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. നിലവിൽ 82 സ്ഥാനാർത്ഥികളെ മാത്രമാണ് കോൺഗ്രസ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ന് ദില്ലിയിൽ തുടക്കമാവുകയാണ്. ഇന്ന് തന്നെ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ല. നാളെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറിയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നിറഞ്ഞൊരു കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിന് പുറമെ അമേഠിയിൽ കൂടി മത്സരിക്കുമോ എന്നതാണ്. അത്തരത്തിൽ രാഹുൽ വയനാട്ടിന് പുറമെ അമേഠിയിൽ കൂടി മത്സരിക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് പ്രധാനമായും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. ഡൽഹിയിലെ പ്രധാന നേതാക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പ്രതികരണം ആ രീതിയിൽ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊന്ന്, സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയപ്പോൾ ഒരു രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ഒരു കാര്യം കൂടി, കേരളത്തിലെ BJPയുടെ 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ആ മണ്ഡലങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ പാലക്കാട് റോഡ് ഷോയ്ക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. 10:15